നമസ്കാരം. ഒബീസിറ്റി അല്ലെ അമിതഭാരം എന്ന് പറയുന്നത് നമുക്ക് വളരെ സാമൂഹികമായിട്ട് തന്നെ ഏറെ പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. ചെറുപ്രായക്കാർ മുതൽ അഡൾട്ട്സ് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ അമിതഭാരമുള്ള ആൾക്കാർ ധാരാളം ഇന്ന് സമൂഹത്തിലുണ്ട്. അമിതഭാരത്തിൻ്റെ പല പ്രശ്നങ്ങൾ കണക്കിലെടുക്കുകയാണെങ്കിൽ ഒന്ന് ജീവിതശൈലി രോഗങ്ങൾ, പ്രമേഹ സാധ്യത, രക്താതിസമ്മർദ്ദത്തിനുള്ള സാധ്യത, ഹൃദ്രോഗത്തിനുള്ള സാധ്യതയൊക്കെ അമിതഭാരമുള്ളവർക്കാണ് കൂടുതലായിട്ടുള്ളത്. പ്രമേഹവും അമിതഭാരവും കൂടെ ബന്ധിപ്പിച്ച്, അതായത് ഡയബറ്റീസും ഒബീസിറ്റിയും കൂടെ ബന്ധിപ്പിച്ച് നമ്മൾ ഇന്ന് ഡയബസിറ്റി എന്നുള്ള ഒരു രോഗം തന്നെ ഉള്ളതായിട്ടാണ് കണക്കാക്കുന്നത്. പ്രമേഹ സാധ്യത കൂട്ടുന്നത് ഈ അമിതഭാരത്തിൽ നിന്നുള്ള ആന്തരികമായിട്ടുള്ള കൊഴുപ്പടിയലാണ്. ഈ ആന്തരികമായിട്ടുള്ള കൊഴുപ്പടിയൽ മറ്റു പല രോഗങ്ങളുടെ സാധ്യതയും കൂടി കൂട്ടുന്നുണ്ട്. ഉദാഹരണത്തിന് ചില ക്യാൻസേഴ്സ്, ഒന്ന് ലിവർ ക്യാൻസർ, പാൻക്രിയാസിൻ്റെ ക്യാൻസർ, അതുപോലെ തന്നെ വൻകുടലിൻ്റെ ക്യാൻസർ, പ്രായമായ സ്ത്രീകളിലെ ബ്രസ്റ്റ് ക്യാൻസർ, ഇവയെല്ലാം അമിതഭാരമുള്ള ആൾക്കാരിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. നോർമൽ ശരീരഭാരമുള്ള ഒരു വ്യക്തികളെ തുലന ചെയ്യുമ്പോൾ അമിതഭാരമുള്ള ആൾക്കാരിലാണ് ഈ ക്യാൻസേഴ്സിൻ്റെ തോത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പം അമിതഭാരം ഒഴിവാക്കേണ്ടത്, ഇനി ഭാരം കൂടിപ്പോയാൽ തന്നെ അത് പെട്ടെന്ന് തന്നെ കുറച്ചെടുക്കേണ്ടത് പ്രത്യേകിച്ചും നമ്മുടെ ഒരു ആവശ്യമാണ്. നമ്മളൊരു ക്ലാസ് റൂം എടുക്കുകയാണെങ്കിൽ പണ്ട് മെലിഞ്ഞ കുട്ടികളായിരുന്നു ധാരാളവും. ഇന്ന് നമ്മളൊരു ക്ലാസ് റൂം എടുക്കുകയാണെങ്കിൽ ഏകദേശം 40% കുട്ടികൾ അവരുടെ ഐഡിയൽ ശരീരഭാരത്തിനേക്കാൾ കൂടുതൽ ഭാരമുള്ള കുട്ടികളാണ്. അപ്പോൾ ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ രോഗികളാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അങ്ങനെ ഇരിക്കെ ചെറുപ്രായത്തിൽ തന്നെ അമിതഭാരത്തിനെ അല്ലെങ്കിൽ ഒബേസിറ്റിയെ തടയാനുള്ള മാർഗങ്ങൾ നമ്മൾ കൈക്കൊള്ളേണ്ടതുണ്ട്. അതുപോലെ തന്നെ അമിതഭാരത്തിൽ നിന്നുള്ള ഒരു പ്രശ്നം ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയും. ഉറങ്ങുമ്പോൾ വളരെ ലൗഡായിട്ടുള്ള ഉച്ചത്തിലുള്ള കൂർക്കം വലിയും പകൽ സമയം ഉണ്ടാകുന്ന ഒരുപാട് ഉറക്കം തൂങ്ങലും എന്നുള്ളതാണ് ഈ ഒരു പ്രതിഭാസത്തിൻ്റെ ലക്ഷണങ്ങൾ. അതിനോടൊപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങൾ, പ്രത്യേകിച്ച് രക്താതിസമ്മർദ്ദവും സ്ട്രോക്കും മസ്തിഷ്കാഘാതവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ഉള്ള ആളുകൾക്ക്. അപ്പോൾ അമിതഭാരം ജീവിതശൈലി രോഗങ്ങൾ മാത്രമല്ല, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ പോലെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ചില ക്യാൻസേഴ്സിനുള്ള സാധ്യതകൾ ഒക്കെ കൂട്ടുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആഹാരത്തിൽ മിതത്വം പാലിക്കുകയും വളരെ ആക്റ്റീവായിട്ടുള്ള ദൈനംദിനം വ്യായാമമുള്ള ഒരു ജീവിതശൈലിയിലേക്ക് കടക്കുകയും ചെയ്യണം. നമസ്കാരം.